വായോ നമ്മുടെ ഒരു പുതിയൊരു സൈറ്റ് കാണാം നമുക്ക്. വാ. അപ്പോൾ നമുക്ക് ഈ വീട് കണ്ടാലറിയാം പഴമയും പുതുമയും ഒരുപോലെ മനോഹരമാക്കിയിട്ടുള്ള ഉൾക്കൊണ്ടിട്ടുള്ള ഒരു വീടാണിത്. അപ്പോൾ നമുക്ക് ഇൻറ്റീരിയർ എന്ന പോലെ എക്സ്റ്റീരിയറും നമുക്ക് അതിമനോഹരമായിട്ട് തന്നെ ഇതിൽ കാണിക്കാൻ പറ്റും. ക്ലയൻറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ഏരിയ ഒട്ടിക്കാനായിരുന്നു. ഇത് ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഏരിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവിടെ പ്ലാസ്റ്ററിങ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലാസ്റ്ററിങ് അതിൽ റഫാക്കി ഇടണം. നമുക്കിത് ഗ്രിപ്പ് ഇതിൽ വളരെ അത്യാവശ്യമാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് അത് ഗ്രിപ്പ് ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ ലേബർ കാര്യങ്ങളൊക്കെ മാറും. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അത്. പിന്നെ ഇത് നമ്മളെല്ലാം ഭിത്തിയിലും ചെയ്തില്ല കഴിഞ്ഞാൽ നമ്മളിതിൽ 2 mm സ്പേസർ ഇട്ടിട്ടാണ് നമ്മൾ ഈ ഗ്യാപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചിലർ ഇതിൽ എപ്പോക്സി ചെയ്യാൻ പറയാറുണ്ട്. പക്ഷെ കൂടുതൽ കാണാനായിട്ടുള്ള ഒരു ഇത് ഗ്രൂ ഇങ്ങനെ നിലനിർത്തുക എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഒരു നാച്ചുറൽ ഫീല് എന്ന് പറയുന്നത്. ഇത് ഈ സൈറ്റിൽ നമ്മൾ ക്ലയൻറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആഗ്രഹത്തിൻ്റെ പുറത്താണ് നമ്മളതിനെ വിളിച്ചത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സൈറ്റ് വന്ന് നോക്കി. പക്ഷെ ആളുടെ ആഗ്രഹം എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയ ടൈല് ഒട്ടിക്കണം എന്നായിരുന്നു. അപ്പോൾ നമ്മളാണ് അത് സജഷൻ മാറ്റിയിട്ട് നമ്മുടെ ഉള്ള ഏറ്റവും ചെറിയ സൈസ് അല്ലെങ്കിൽ 6x12 നമ്മളിവിടെ സജസ്റ്റ് ചെയ്തത്. എക്സ്റ്റീരിയറാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇൻറ്റീരിയറും സജസ്റ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ആൾക്ക് ഇത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ഇത് ഇതുപോലൊരു ഡബിൾ ഹൈറ്റ് ഭിത്തിയാണ്. ഫസ്റ്റ് അദ്ദേഹം നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എക്സ്റ്റീരിയറിനാണ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എക്സ്റ്റീരിയർ മാറ്റിയിട്ട് നമ്മളത് ഇൻറ്റീരിയറും കൂടി ചെയ്യാൻ നിർബന്ധിക്കുകയാണ്. കാരണം പലരും ചോദിക്കാറുണ്ട് ഇത് ഇൻറ്റീരിയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അതിനുള്ളൊരു ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ ഈ കാണുന്ന അത്രയും മനോഹരമായിട്ടുള്ള ഒരു ഭിത്തി. അങ്ങനെയാണ് ഈ സാധനം നമ്മൾ ഇൻറ്റീരിയർ ഇത്രയും വലിയ വാള് ഇത്രയും മനോഹരമാക്കാൻ പറ്റിയത്. കാരണം ഈ വീടിൻ്റെ ഇൻറ്റീരിയറിലെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു വാളായിരിക്കും. അദ്ദേഹം അതിൽ 100% സാറ്റിസ്ഫൈഡ് ആണ്.